അതായത് OLX സ്ഥാനാർത്ഥിയെ തെരഞ്ഞത് മുതൽ, സ്വന്തം മുന്നണിയിൽ നിന്ന് ഒരാൾ പോയി BJPയുടെ സ്ഥാനാർത്ഥിയായത് മുതൽ പകൽ ചർച്ചകളെല്ലാം അവസാനിച്ചു, വാതിൽ കൊട്ടിയടച്ചു എന്ന് പറഞ്ഞ് രാത്രി തലയിൽ തുണിയിട്ട് പോയി ചർച്ച നടത്തി VD സതീശന് തന്നെ യുവ നേതൃത്വത്തെയും യുവ MLA-മാരെയും തള്ളിപ്പറയേണ്ടി വന്ന അവസ്ഥ മുതൽ, പെൻഷനെ അപമാനിച്ചത് മുതൽ, ഒരു കുട്ടിയുടെ മരണത്തെ സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ എന്ന് ചിത്രീകരിച്ചത് മുതൽ, ജമാഅത്ത് ഇസ്ലാമിയെ ഒരു മതരാഷ്ട്രവാദികളായി ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള പ്രസ്താവന പറഞ്ഞ് ഒരാളുടെ പിന്തുണ കിട്ടാത്തത് മുതൽ ഏറ്റവും അവസാനം ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധനയെ വരെ ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ നടത്തിയ ശ്രമം, ഇത്തരത്തിലെല്ലാം ആരായിരുന്നു പൊളിറ്റിക്കലായിട്ട് ഈ വിഷയങ്ങളെ കണ്ടത്? യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയതാരാ? അതെല്ലാം LDF ആണ്. UDF ഒരു ഘട്ടത്തിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിഷയം ഉയർത്താതെ വിവാദങ്ങളും അപവാദ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളിലേക്കും എല്ലാം പോയ സാഹചര്യത്തിലാണ് ശ്രീ N. ശ്രീകുമാർ പറയുന്നത് VD സതീശൻ നിലപാടിന്റെ ഉസ്താദായി മാറിയെന്ന്. എന്ന ഒറ്റ കാര്യം ചോദിക്കട്ടെ, ശ്രീ രമേശ് ചെന്നിത്തലയോട് ഇന്നലെ പത്രമാധ്യമങ്ങൾ ചോദിച്ചു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും റിസൾട്ട് എന്ന്. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? നിങ്ങൾ പോയി കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാരോട് ചോദിക്കാനാ പറഞ്ഞേ. ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അധംപതിച്ചിരിക്കുക. അന്നേരം ഒരു സാഹചര്യത്തിൽ ഇന്നലെ വന്ന ശ്രീ ഗോവിന്ദൻ മാഷിന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് വീണ് കിട്ടി, അങ്ങ് തകർത്തേക്കാം എന്നാണെങ്കിൽ അതിലൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് വീണ്ടും നുണ പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര പ്രോട്ടോകോൾ കൃത്യമായിട്ട് അറിയാം. കുമ്മനടി എന്നൊരു വാക്ക് പൊതുസമൂഹത്തിന് ഉണ്ടായത് എങ്ങനെയാ? ഞാൻ ആരെ അപമാനിക്കുന്നതല്ല. ഇവിടെ പലത് കണ്ടോ, ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ അന്ന് ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെ കോൺഗ്രസ് CPM കൂട്ടുകെട്ട് എന്ന് പറയുകയാണ്. ഇപ്പൊ 1977 ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് വന്നു, കോൺഗ്രസ് ഇതര ഗവൺമെന്റ് കേന്ദ്രത്തിൽ വന്നു. എന്നാൽ അത് 5 കൊല്ലം ഭരിക്കട്ടെ എന്ന നിലപാടായിരുന്നു. വീണ്ടും വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡ്യുവൽ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വരുമ്പോൾ BJPയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ശ്രീ EMS പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള മറുപടി ഇല്ലേ, ഞങ്ങൾക്ക് BJPയുടെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്ന നിലപാട്. ആ നിലപാട് എന്നെങ്കിലും പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?